പറയേണ്ടി വരും. എന്തായാലും 3 കിലോ MDMA പിടിച്ച ഒരാൾ അയാൾ 2020 സ്വദേശി സഞ്ജു ആർ പിള്ളയാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്ത പ്രധാനിയാണ് ഇയാൾ. രാജ്യാന്തര ലഹരി കടത്തുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇക്ബാൽ അറക്കലിന്റെ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ ഒരു MDMA ഡീലറെ ബാംഗ്ലൂരിൽ പോയി കേരള പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത, നമ്മളിപ്പോൾ ലഹരിക്കെതിരായ ക്യാമ്പയിൻ തുടരുന്നതിനിടയിലാണ് പ്രചോദനകരമായ മറ്റൊരു വാർത്ത വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അതായത് കഴിഞ്ഞ വർഷം നവംബറിലാണ് പാലക്കാട് വെച്ച ഒരു തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ മുഹമ്മദ് ഷിഹാസ് 31 ഗ്രാം MDയുമായി പാലക്കാട് ഡാൻസ് ഓഫിന്റെ പിടിയിലാവുന്നത്. തെക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി ഷിഹാസ് കൊണ്ടുവന്ന 31 ഗ്രാം MDMAയാണ് ഈ പ്രതിയിൽ നിന്നും പോലീസ് അന്ന് പിടിച്ചെടുത്തത്. പിന്നീട് ഈ പ്രതിക്ക് എവിടെ നിന്നാണ് ഈ MDMA കിട്ടിയെന്നുള്ളതായിരുന്നു പോലീസും പാലക്കാട് ജില്ലയിലെ ഡാൻസ് ഓഫ് സംഘവും പരിശോധിച്ചിരുന്നത്. ഈ പ്രതി കൃത്യമായി തന്നെ എവിടെ നിന്നാണ് MDMA കിട്ടിയെന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നില്ല. പക്ഷേ ഈ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലെ പണമിടപാടുകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ പ്രതി ഇത്തരത്തിൽ ലഹരിക്കടത്ത് നടത്തിയിരുന്നതെന്ന് കണ്ടെത്തിയത്. പിന്നീട് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തുന്നു. അങ്ങനെയാണ് ഈ MDMA കേരളത്തിലേക്ക് കടത്തുന്ന പ്രധാനിയായിട്ടുള്ള സഞ്ജു ആർ പിള്ള പോലീസിന്റെ നിരീക്ഷണത്തിലാവുന്നത്. സഞ്ജു ആർ പിള്ള ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്ന നഗരത്തിലാണ് ഈ ലഹരിക്കടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നത്. അങ്ങോട്ടാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കയറി ചെന്ന ഈ പ്രതിയെ പിടികൂടി കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CA ആയിട്ടുള്ള വിപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാംഗ്ലൂരിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നു. ഇയാളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു അല്ലെങ്കിൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള എത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. MDMA ഡീലറെ ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും അധികം മയക്കുമരുന്ന് ഇങ്ങോട്ട് എത്തുന്നത്.